നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം NSS ആസ്ഥാനത്ത് നടന്നൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തിയപ്പോൾ PJ കുര്യനുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. ഈ കഴിഞ്ഞ ദിവസം രാവിലെ PJ കുര്യൻ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകേണ്ടതില്ല അല്ലെങ്കിൽ മത്സരിപ്പിക്കേണ്ടതില്ല എന്നതടക്കമുള്ള ഒരു പ്രസ്താവന നടത്തിയെന്ന വാർത്തകൾ രാവിലെ മുതൽ വന്നിരുന്നു. അതിനുശേഷം ഒരു ഉച്ച അടുക്കാറായപ്പോൾ ഈ ഒരു പരിപാടിയിൽ ഇരുവരും ഒന്നിച്ചു വരുന്നു, രണ്ടുപേരും സംസാരിക്കുന്നു. വൈകുന്നേരമായപ്പോൾ അദ്ദേഹം താൻ അത്തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ രാഹുലിനെ മത്സരിപ്പിക്കരുത്, രാഹുലിന് സീറ്റ് കൊടുക്കരുത് എന്നൊന്നും താൻ പറഞ്ഞിട്ടില്ല, അതൊരു വ്യാജ വാർത്തയാണ്, വ്യാജ പ്രചാരണമാണ് എന്ന ഒരു പ്രസ്താവന PJ കുര്യൻ നടത്തുന്നു. എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ PJ കുര്യൻ്റെ ചെവിയിൽ പറഞ്ഞത് എന്താണ്, അതിനുശേഷമാണ് അദ്ദേഹം തൻ്റെ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞിരിക്കുന്നത് എന്നതടക്കമുള്ള ചർച്ചകളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു. ഇനി ഈ ഒരു PJ കുര്യൻ്റെ ചെവിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണോ സംസാരിച്ചത് എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്ന മറുപടി എന്താണെന്ന് നോക്കാം. അതായത് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് നൽകരുതെന്ന് പറഞ്ഞ വിഷയത്തിൽ രാഹുലിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. ഓരോ വ്യക്തികൾക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് ഒരിക്കലും നമുക്ക് തടയാൻ പറ്റില്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഏത് വിഷയത്തിൽ സംസാരിക്കണം, ഏത് വിഷയത്തിൽ എന്ത് പറയണം എന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അത് താൻ അംഗീകരിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം PJ കുര്യനെ കണ്ടപ്പോൾ താൻ ഒരിക്കലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിവരങ്ങളെക്കുറിച്ചാണ് താൻ അന്വേഷിച്ചത്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹം ആശുപത്രിയിൽ കിടന്നപ്പോൾ താൻ പോയി അദ്ദേഹത്തെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും എങ്ങനെയുണ്ട്, സുഖമാണോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് താൻ ചോദിച്ചത്. അതിനപ്പുറത്തേക്ക് തന്നെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവനയെക്കുറിച്ചോ അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയത്തെ പറ്റി അദ്ദേഹം സംസാരിച്ചതിനെക്കുറിച്ചോ ഒന്നും തന്നെ താൻ സംസാരിച്ചിട്ടില്ല. മാത്രമല്ല, അദ്ദേഹം ഇങ്ങോട്ട് തന്നോട് പറയുകയുണ്ടായി, താൻ അത്തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല, രാഹുലിനെ മത്സരിപ്പിക്കരുതെന്നോ അല്ലെങ്കിൽ രാഹുലിന് സീറ്റ് നൽകരുതെന്നോ അങ്ങനെ ഒരു പ്രതികരണം തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നടക്കുന്നതൊക്കെ വ്യാജ പ്രചാരണമാണ് എന്നൊരു കാര്യം ഞാൻ ഒന്നും ചോദിക്കാതെ തന്നെ അദ്ദേഹം ഇങ്ങോട്ട് പറയുകയായിരുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്ന വിശദീകരണം. താൻ അദ്ദേഹത്തിനോട് ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ്, വളരെ സൗഹാർദ്ദപരമായ ഒരു സംഭാഷണമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടായതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി. മാത്രമല്ല, ഇനി അത്തരത്തിൽ ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ജനങ്ങൾക്ക് അവരുടേതായ അഭിപ്രായമുണ്ട്, അതിൽ കാര്യമൊന്നുമില്ല. മാത്രമല്ല, ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം താനും PJ കുര്യനും സംസാരിക്കുന്നത് ഇന്ന വിഷയമാണ് എന്ന തരത്തിലൊരു ഡബ്ബ് വീഡിയോ താൻ കേട്ടായിരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് പോലെ ഒന്നുമല്ല ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത്, ആ ഒരു ലിപ് മൂവ്മെൻറ്റ് സിങ്ക് ആവുന്നില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. മാത്രമല്ല, അദ്ദേഹം തന്നെപ്പറ്റി പറഞ്ഞതിനെക്കുറിച്ച് ഗൗരവകരമായിട്ട് യാതൊന്നുമേ സംസാരിച്ചിട്ടില്ല. ഇത്തരം വാർത്തകൾ വരുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം തന്നോട് ഇങ്ങോട്ട് പറയുകയായിരുന്നു. PJ കുര്യൻ സാറിനോട് അത്തരമൊരു കാര്യത്തെക്കുറിച്ച് ചോദിക്കേണ്ട ആവശ്യം തനിക്കില്ല. മാത്രമല്ല, ഈ ഒരു സൗഹാർദ്ദപരമായ സംഭാഷണത്തെ ഇത്തരത്തിൽ വളച്ചൊടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. മാത്രമല്ല, പാലക്കാട് ആരായിരിക്കും UDF സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് പറയാനുള്ള അധികാരമുള്ള ആളല്ല താനെന്നും ഇപ്പോൾ അതിന് തീരെ അധികാരമില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. നിലവിൽ MLA ആണ്, തിരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ല, മത്സരിക്കുന്നത് സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും പാലക്കാട്ട് ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. എന്തായാലും PJ കുര്യനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇത്തരത്തിലൊരു പ്രതികരണമാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ് ഈ PJ കുര്യൻ്റെ ചെവിയിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ആ പറഞ്ഞതിന് ശേഷം കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ നിലപാട് മാറ്റുന്നു. താൻ ഒരിക്കലും രാഹുലിനെ മത്സരിപ്പിക്കരുത്, രാഹുലിന് സീറ്റ് നൽകരുത് എന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. അതൊരു മലക്കം മറിച്ചിലായിട്ടൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ അത്തരത്തിലൊരു സംഭാഷണം തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് PJ കുര്യൻ വ്യക്തമാക്കുന്നത്. രാഹുലിനെ തിരിച്ചെടുക്കണമെന്നും അച്ചടക്ക നടപടി പിൻവലിച്ച രാഹുലിന് പാലക്കാട് മത്സരിക്കാൻ യോഗ്യതയുണ്ടെന്നുമാണ് PJ കുര്യൻ പ്രതികരിച്ചത്. നടപടി പിൻവലിക്കണമോ എന്ന് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഇതിൽ ധാർമ്മികതയുടെ പ്രശ്നമില്ലെന്ന് പറഞ്ഞ PJ കുര്യൻ CPM-നില്ലാത്ത ധാർമ്മികത ഇവിടെ എന്തിനാണ് എന്ന ചോദ്യവും ഉന്നയിച്ചു. നേരത്തെ രാഹുലിന് പാലക്കാട് സീറ്റ് നൽകില്ലെന്ന് ഉറച്ചു പറഞ്ഞിരുന്ന PJ കുര്യൻ ഇപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായ നിലപാടിലേക്ക് നീങ്ങി രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ PJ കുര്യൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഭാഷയും സൗന്ദര്യവും മാനദണ്ഡമാക്കരുത് എന്ന പരോക്ഷ വിമർശനം ചില യുവ നേതാക്കളെ ലക്ഷ്യമിട്ട് PJ കുര്യൻ നടത്തിയിരുന്നു. പിടിച്ചെടുത്ത പാലക്കാട് സീറ്റിൽ ഇനി സ്ഥിതി എന്താകുമെന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് PJ കുര്യൻ ആദ്യം മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു: വേറെ ആളെ നിർത്തും, അദ്ദേഹം രാഹുൽ പാർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ട് വേറെ ആളെ നിർത്തും. കോൺഗ്രസ്
കോൺഗ്രസിനകത്ത് എത്രയോ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളുണ്ട്, അത് പാലക്കാട് തന്നെയുണ്ട് എന്നും PJ കുര്യൻ പറഞ്ഞിരുന്നു. VD സതീശന് പിന്തുണയുമായാണ് മുതിർന്ന നേതാവ് PJ കുര്യൻ രംഗത്ത് വന്നത്. താൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്ന അഭിപ്രായമാണ് PJ കുര്യൻ മുന്നോട്ട് വെച്ചത്. ലൈംഗിക പീഡന കേസുകളിൽ ആരോപണ വിധേയനായ രാഹുൽ മങ്കൂട്ടത്തിലിന് ഇനി സീറ്റ് നൽകരുതെന്നാണ് അദ്ദേഹം പരസ്യമായി സ്വീകരിച്ചിരുന്ന നിലപാട്. ഈ പരാമർശങ്ങൾക്ക് ശേഷമാണ് പെരുന്നയിൽ ഇരുവരും കണ്ടുമുട്ടിയത്. ചങ്ങനാശ്ശേരിയിൽ വെച്ച് രാഹുൽ മങ്കൂട്ടത്തിലിനെ നേരിട്ട് കണ്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ കുര്യന്റെ മലക്കം മറിച്ചിൽ. ഈ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് വരെ രാഹുലിന് പാലക്കാട് സീറ്റ് നൽകിയിരുന്ന നിലപാടിലായിരുന്നു അദ്ദേഹം. എന്നാൽ രാഹുലിനെതിരെയുള്ള പാർട്ടി നടപടി പിൻവലിച്ചാൽ അദ്ദേഹം പാലക്കാട് മത്സരിക്കാൻ യോഗ്യനാണെന്ന് പിന്നീട് തിരുത്തി പറയുകയാണ് ചെയ്തത്. താൻ ഒരിക്കലും രാഹുലിന് മത്സരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു വിശദീകരണമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മങ്കൂട്ടത്തിലുമായി കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ കുശലം മാത്രം പറഞ്ഞു. രാഹുൽ അതൃപ്തിയോടെ തന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. പാലക്കാട് ആര് മത്സരിക്കുമെന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും. രാഹുൽ മത്സരിക്കണമെന്ന് പാർട്ടി നിലപാടെടുത്താൽ മാത്രം താൻ അനുകൂലിക്കും. രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. സൈബർ അറ്റാക്കിൽ ഭയമില്ല. രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസിനെ താൻ വിമർശിച്ചത്. 6 വർഷമായി തനിക്കെതിരെ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് എന്നും PJ കുര്യൻ പറഞ്ഞു. രാഹുൽ മങ്കൂട്ടത്തിൽ നിയമസഭാ സീറ്റ് കൊടുക്കരുതെന്ന് താൻ പറഞ്ഞതായ പ്രചാരണം ശരിയല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല, രാഹുലിനെതിരായിട്ടുള്ള നടപടി പിൻവലിക്കണമോ എന്ന് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഇതിൽ ധാർമ്മികേതര പ്രശ്നമില്ലെന്ന് പറഞ്ഞ PJ കുര്യൻ CPM ഇല്ലാത്ത ധാർമ്മികത ഇവിടെ എന്തിനാണെന്ന ചോദ്യവും ഉന്നയിച്ചു. ആരോപണ വിധേയരായ CPM നേതാക്കൾ പദവിയിൽ തുടരുന്നുണ്ടല്ലോ. കോൺഗ്രസ് നേതാക്കളോട് മാത്രം ധാർമ്മികത ചോദിക്കുന്നത് എന്തിനാണ്? രാഹുലിനെ തിരിച്ചെടുക്കണമെന്നും PJ കുര്യൻ ആവശ്യപ്പെടുകയുണ്ട്. അതേസമയം രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരിയുടെ ഭർത്താവ് രംഗത്ത്. ഇതോടെ രാഹുലിന്റെ കുരുക്ക് മുറുകുകയാണ്. തന്റെ കുടുംബജീവിതം തകർത്തെന്ന് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി. രാഹുലിനെതിരെ BNS 84 പ്രകാരം കേസെടുക്കണമെന്നാണ് പരാതിക്കാരുടെ ഭർത്താവിന്റെ ആവശ്യം. രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് വീണ്ടും മത്സരിക്കുമോ എന്ന ചർച്ചകൾ സജീവമായിരിക്കെയാണ് MLAക്കെതിരെ പരാതിക്കാരുടെ ഭർത്താവ് രംഗത്ത് വരുന്നത്. വിവാഹിതയാണെന്നറിഞ്ഞിട്ടും രാഹുൽ തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചെന്നാണ് പരാതി. തനിക്ക് വലിയ മാനനഷ്ടമുണ്ടാകുകയും കുടുംബജീവിതം തകർക്കുകയും ചെയ്തു. മാതാപിതാക്കളുടെ ഏക മകനായ താൻ നാട്ടിലാണ് താമസിച്ചിരുന്നത്. ഭാര്യ ജോലിയുടെ ഭാഗമായി ഒറ്റയ്ക്കായിരുന്നു താമസം. തന്റെ അസാന്നിധ്യം അവസരമാക്കി രാഹുൽ പരാതിക്കാരിയെ വശീകരിച്ചു. ഭർത്താവുമായുള്ള ബന്ധം വഷളായ സമയത്താണ് യുവതിയെ പരിചയപ്പെട്ടതെന്നും പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുകയാണ് ചെയ്തതെന്നുമായിരുന്നു രാഹുലിന്റെ വാദം. എന്നാൽ ഇത് പൂർണ്ണമായി തള്ളുകയാണ് യുവതിയുടെ ഭർത്താവ്. പ്രശ്നം പരിഹരിക്കാനായിരുന്നെങ്കിൽ രാഹുൽ എന്തുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടില്ല എന്നാണ് ചോദ്യം. പരാതിയും കേസുമായി യുവതി മുന്നോട്ട് പോയപ്പോൾ സംഭവത്തിൽ യഥാർത്ഥ ഇര താനായെന്നും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടേണ്ടി വന്നുവെന്നും ഭർത്താവ് പറയുന്നു. തന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്തു. മാനസികമായി തളർന്ന താൻ കേസുമായി മുന്നോട്ട് പോകും. ആവശ്യമെങ്കിൽ കൂടുതൽ തെളിവുകൾ കൈമാറും. നേരത്തെ യുവതിയുടെ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഭർത്താവിന്റെ മൊഴിയെടുത്തിരുന്നു. രാഹുലിനെതിരെ 2 കേസുകളാണ് നിലവിലുള്ളത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച ഹൈക്കോടതി അവസാന വാദത്തിലേക്ക് കടക്കാനിരിക്കെയാണ് യുവതിയുടെ ഭർത്താവിന്റെ എൻട്രി. അതേസമയം ബലാത്സംഗ പരാതിയിൽ സത്യം ജയിക്കുമെന്നും സത്യം മാത്രമേ ജയിക്കാവൂ എന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. നല്ല ആത്മവിശ്വാസമുണ്ടെന്നും രാഹുൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.